ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു ആ വരവ്. രണ്ടാം തവണ രണ്ട് കൈയും നീട്ടിയാണ് അമേരിക്കക്കാർ ട്രംപിനെ തെരഞ്ഞെടുത്തത്. Donald Trump will become the 47th president of the United States. രണ്ടാമത്തെ തിരിച്ചുവരവിൽ അപ്രതീക്ഷിതമായതൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ ഓരോ ദിവസവും പുലർന്ന് അസ്തമിക്കുന്നതിനിടയിൽ എന്ത് സംഭവിക്കുമെന്നത് തീർത്തും അപ്രതീക്ഷിതമാണ്. കാരണം ഡൊണാൾഡ് ട്രംപാണ് പ്രസിഡന്റ്. പറയുന്നത് ചെയ്യും, പറയുന്നതേ ചെയ്യൂ എന്ന് സാധാരണ രാഷ്ട്രീയക്കാർ ഒരു സ്റ്റൈലിന് വേണ്ടിയൊക്കെ പറയാറുണ്ട്. പക്ഷേ ട്രംപ് എന്ന ബിസിനസ്സുകാരനായ രാഷ്ട്രീയക്കാരൻ്റെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ല. എന്തു ചെയ്യുമെന്നോ എന്തു പറയുമെന്നോ എന്നൊന്നും ആർക്കും പ്രവചിക്കാനാകാത്ത വ്യക്തി. ട്രംപിൻ്റെ നോക്കിലും വാക്കിലുമുള്ള ഈ അനിശ്ചിതത്വം ലോക സമ്പദ് വ്യവസ്ഥയെയും ഏറ്റവും ഒടുവിൽ അമേരിക്കൻ സാമ്പത്തിക രംഗത്തെയും പിടിച്ചുലയ്ക്കുകയാണ്. ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: അമേരിക്ക മാന്ദ്യത്തിലേക്കോ? വെൽക്കം ടു ജിയോജിസ് സ്പോട്ട്ലൈറ്റ്. ഈ ചോദ്യം ഉയരാൻ നിരവധി കാരണങ്ങളുണ്ട്. ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ US ഓഹരി വിപണികളിൽ വമ്പൻ മുന്നേറ്റമാണ് ഉണ്ടായത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഇനി US തന്നെ എന്ന് കണക്കുകൂട്ടി നിക്ഷേപകരെല്ലാം അമേരിക്കയിലേക്ക് വച്ചുപിടിച്ചു. ഇന്ത്യ അടക്കമുള്ള എമർജിംഗ് നേഷനുകളിലെ ഭൂരിഭാഗം നിക്ഷേപവും വിറ്റഴിച്ചാണ് ട്രംപിൻ്റെ അമേരിക്കയിലേക്ക് നിക്ഷേപകർ പോയത്. ഇന്നത്തെ US വിപണികളുടെ അവസ്ഥ നോക്കുക. കഴിഞ്ഞ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ S&P 500 10%-ലധികം ഇടിഞ്ഞു. ട്രംപിൻ്റെ വലം കൈയായ ഇലോൺ മസ്കിൻ്റെ ഓഹരികളിലെ ഇടിവ് ഭീമമാണ്. ഏതാണ്ട് 45% ഇടിവ് ടെസ്ലയുടെ ഓഹരികളിലുണ്ടായി. എന്താണ് ട്രംപിൻ്റെ അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത്? അമേരിക്കയ്ക്കെതിരെ താരിഫ് ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും തിരികെ അതേ നിരക്കിൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കിയാണ് ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായത്. ഇന്ത്യയും ചൈനയും ബ്രസീലുമെല്ലാം തങ്ങളുടെ താരിഫുകളുടെ ചൂടറിയുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയെ താരിഫ് കിങ് എന്നാണ് ട്രംപ് വിളിച്ചത്. അധികാരമേറ്റ ശേഷം US-ലേക്ക് വളരെയധികം ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന ചൈനയ്ക്കെതിരെ ഉയർന്ന താരിഫ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരെയും ഞെട്ടിച്ച് അയൽ രാജ്യങ്ങളായ മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ് കൂടുതൽ താരിഫ് ട്രംപ് ചുമത്തിയത്. അമേരിക്കൻ ജനത ദൈനംദിന ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്ന രണ്ട് രാജ്യങ്ങളെ തന്നെ ട്രംപ് സാമ്പത്തികമായി ആക്രമിച്ചതോടെ US ജനതയ്ക്കുള്ളിൽ ആശങ്ക ഉരുണ്ടുകൂടാൻ തുടങ്ങി. താരിഫുകളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വവും സാമ്പത്തിക ആഘാതവും കാരണം ആളുകൾ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ബിസിനസ് ഡീലുകൾ എന്നിവ മാറ്റിവെക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതും ആളുകൾക്കിടയിൽ ആശങ്ക ഉയരാനും കൺസംഷൻ കുറയാനും ഇടയാക്കിയിട്ടുണ്ട്. മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഡോജി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൂട്ട പിരിച്ചുവിട്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സർക്കാരിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമായി ആരംഭിച്ച വകുപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഫിഷ്യൻസി അഥവാ ഡോജി. മസ്കാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു എക്കോണമിയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം അതായത് GDP കുറയുമ്പോഴാണ് മാന്ദ്യം അഥവാ റിസഷൻ സംഭവിക്കുന്നത്. സാധാരണയായി ഒരു എക്കോണമിയുടെ GDP തുടർച്ചയായി 2 ക്വാർട്ടറുകളിൽ ചുരുങ്ങുകയാണെങ്കിൽ അതിനെ റിസഷൻ എന്ന് വിളിക്കുന്നു. അടുത്ത വർഷം തുടക്കത്തോടെ US-ൽ മാന്ദ്യമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് KPMG പറയുന്നു. താരിഫാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ആയുധം. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് താരിഫ് പിരിച്ച് അമേരിക്കയെ സാമ്പത്തികമായി കൂടുതൽ ശക്തമാക്കാമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷെ സത്യം എന്താണ്? US-ന് ആവശ്യമുള്ള മിക്ക സാധനങ്ങളും ഇറക്കുമതി ചെയ്യുകയാണെന്നതാണ് വസ്തുത. കോഴിമുട്ട മുതൽ വാഹനങ്ങൾ വരെ ഇങ്ങനെ ഇറക്കുമതി ചെയ്താണ് അമേരിക്കക്കാർ ഉപയോഗിക്കുന്നത്. ഇവയ്ക്കെല്ലാം ട്രംപ് താരിഫ് കൂട്ടിയാൽ ഇവയുടെ വിലയും കൂടും. അത് അമേരിക്കയിൽ വലിയ വിലക്കയറ്റത്തിന് വഴിവെക്കും. ഇത് ഡിമാൻഡിനെ ബാധിക്കും. അതുവഴി സാമ്പത്തിക നില പരുങ്ങലിലാകും. അപ്പോൾ ഉയരുന്നൊരു ചോദ്യം, ഇതൊന്നും ട്രംപ് ഭരണകൂടത്തിന് അറിയാത്തതാണോ എന്നതായിരിക്കും. US-ൽ മാന്ദ്യത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ആശങ്കപ്പെടുന്നതായി തോന്നുന്നില്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അമേരിക്ക ഇപ്പോൾ ഒരു ട്രാൻസിഷൻ്റെ പാതയിലാണെന്നാണ് ട്രംപും കൂട്ടരും പറയുന്നത്. US സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ പോലും സമ്പദ് വ്യവസ്ഥയ്ക്കായി കുറച്ചുകാലം നീളുന്ന ആ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറാണെന്നാണ് ട്രംപിൻ്റെ ടീമിൻ്റെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധികൾ മാറി സ്റ്റെബിലിറ്റിയും ഗ്രോത്തും ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ട്രംപിൻ്റെ ഭരണകാലത്ത് സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കുമ്പോൾ അവർക്കതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ സാധിക്കുമെന്നും അവർ പറയുന്നു. അതിനാൽ മാന്ദ്യമോ വാൾ സ്ട്രീറ്റിലെ തകർച്ചയോ അവർക്ക് ആശങ്കയുണ്ടാക്കുന്നില്ല. ഇനി ഇവയെല്ലാം എങ്ങനെയായിരിക്കും ഇന്ത്യയെ ബാധിക്കുക? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ ഓഹരി വിപണികളിൽ വലിയ കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. സെൻസെക്സ് അതിൻ്റെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഏകദേശം 86,000 പോയിന്റിൽ നിന്ന് 14% ഇടിഞ്ഞു. രണ്ടാം പാദത്തിലെ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ GDP വളർച്ച
ട്രംപിൻ്റെ താരിഫ് നീക്കങ്ങൾക്ക് ശേഷമുള്ള ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം എന്നിവ മുതൽ ഓഹരി വിപണി തകർച്ചയ്ക്ക് വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയെ വിട്ട് വിദേശ നിക്ഷേപകർ ചൈനയിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. വലിയ നഷ്ടമുണ്ടാക്കി ഇന്ത്യൻ വിപണി വിട്ട വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമോ? മോർഗൻ സ്റ്റാൻലി സെൻസെക്സ് ടാർജറ്റ് 1,50,000 നിലനിർത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. വരും വർഷങ്ങളിലും ഇന്ത്യ ആ പദവി നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുടെ GDP വളർച്ച 2025 സാമ്പത്തിക വർഷത്തിൻ്റെ സെക്കൻഡ് ക്വാർട്ടറിൽ 5.6% കുറഞ്ഞെങ്കിലും തേർഡ് ക്വാർട്ടറിൽ 6.2% വളർച്ച ഉയരുന്നത് ഒരു തിരിച്ചുവരവാണ് കാണിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 2 ആശങ്കകളുണ്ട്. ഒന്നാമതായി, അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ താരിഫ് ഇന്ത്യ കുറച്ചാൽ ആഭ്യന്തര വ്യവസായങ്ങളെ അത് ബാധിച്ചേക്കാം. രണ്ടാമതായി, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന താരിഫ് കാരണം US മറ്റ് വിപണികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയേക്കാം. അതുവഴി നമ്മുടെ എക്സ്പോർട്ട് ബാധിക്കപ്പെട്ടേക്കാം. US-ലേക്ക് ഇന്ത്യ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് എന്നതിനാൽ രണ്ടാമത്തെ കാര്യം കൂടുതൽ ആശങ്കാജനകമാണ്. എന്തായാലും ഏപ്രിൽ 2 ട്രംപിൻ്റെ നിലപാട് എന്താണെന്ന് കൃത്യമായി അറിയാം. അന്നാണ് താരിഫിൻ്റെ അടുത്ത ഘട്ടം അദ്ദേഹം പ്രഖ്യാപിക്കുക. 2-ാം തീയതിക്ക് മുന്നേ ഇന്ത്യ തീരുവ കുറച്ചില്ലെങ്കിൽ അതേ നിരക്ക് തങ്ങളും ഈടാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന് എന്ന നിലപാടുള്ള ട്രംപ് ഏപ്രിൽ 2 എന്ത് കാത്തുവച്ചിരിക്കുന്നു എന്നതറിയാൻ കാത്തിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.